അമ്മു എനിക്ക് ഉറക്കെ കൂവാൻ തോന്നുന്നു. കൂയിക്കോട്ടെ. പിന്നെ നീ കൂവടി ഉമ്മിച്ചുകുട്ടി. പിന്നെ സിക്ക് സ്റ്റൈലിൽ തന്നെ വേണം കേട്ടോ കൂവല്. കൂ ബെല്ലെ 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 ബല്ലെ ബല്ലെ ബെല്ലെ 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 ബെല്ലെ. ഇനി തനി നാടൻ മലയാളത്തില് കുറുക്ക സ്റ്റൈലിലെ കൂവല്. റെഡി? റെഡി. 1 2 3 ഹലോ ഹലോ, അമ്മോനെ വിളിച്ചിട്ട് കിട്ടിയോ? വിളിച്ചു, പക്ഷെ അവൾ അറ്റൻഡ് ചെയ്തില്ല. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എവിടെ പോയി അന്വേഷിക്കും? അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവോ? നീയൊന്ന് സമാധാനായിട്ടിരിക്കേ. എങ്ങനെ സമാധാനിക്കും? പെൺമക്കളുള്ള ഒരു അമ്മയുടെ ആദി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ, ഏതായാലും ഞാനൊന്നുകൂടി അന്വേഷിക്കട്ടെ. വേണ്ട, അന്വേഷിച്ചിടത്തോളം മതി. ഞാൻ എന്തായാലും പോലീസിൽ അറിയിക്കാൻ പോവാ. അതെ, നീ വെറുതെ അബദ്ധമൊന്നും ഉണ്ടാക്കരുത്. പോലീസിനെ അറിയിച്ചാൽ എന്താ ഉണ്ടാവും അറിയാലോ. ചീത്തപ്പേര് മാത്രമായിരിക്കും മിച്ചം. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവൾ എപ്പോഴെങ്കിലും വരട്ടെന്ന് വിചാരിച്ച് വെറുതെ കൈ കിട്ടിയിരുന്നാ മതിയോ? എനിക്ക് കുറച്ച് സമയം താ. അതുവരെ നീ എടുത്തുകാടി ഒന്നും ചെയ്യരുത്. എന്റെ നമ്പർ കണ്ട ചാടി എടുക്കുന്ന കുട്ടിയാ. ഇപ്പൊ എന്താ എങ്ങനെ? ഇവള് എവിടെ പോയതായിരിക്കും? ഒന്നും പിടികിട്ടുന്നല്ലോ. എടി ടിക്കറ്റ് എടുക്കണ്ടേ? അതൊക്കെ ഞാൻ എടുത്തോളാം. അതിന് നിനക്ക് ആരെങ്കിലും പരിചയമുണ്ടോ അവിടെ? പിന്നെ എന്റെ അമ്മയുടെ മോനല്ലേ. എടി ഞാൻ പാർക്ക് ചെയ്തോളൂ, നീ പോയിക്കോ. ശരി, വടി. എടി ഞാൻ നിക്കണോ പോണോ? പോ ചെല്ലു. ഇങ്ങോട്ട് വരാൻ. എന്താടി? നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ആ ശരി. Tickets. हेलो सेठ जी. हेलो. ഹായ് സേഠ്ജി. ആ ഒന്നേ. എടി എന്തായി? ടിക്കറ്റ് കിട്ടി. അമ്മൂനെ കാണുന്നില്ലല്ലോ. അവളെവിടെ? നിന്റെ അടുത്തേക്ക് വന്നില്ലേ? പോയി. അവള് കാറ് പാർക്ക് ചെയ്യാൻ പോയിട്ട്. നീ ഒന്ന് വിളിച്ചു നോക്കിയേ. കിട്ടുന്നില്ലടി. നീ ഒന്ന് വിളിച്ചു നോക്ക്. ഹലോ. കിട്ടിയോ? ഒരു പിടി. എവിടെ പോയി കിടക്ക? എടി, ഇത് അമ്മൂന്റെ ഡാഡിയാ. ഹലോ. എടി ശ്വേതേ. ഹലോ അങ്കിൾ. അമ്മു നിങ്ങളുടെ ഒപ്പം ഉണ്ടോ? ഉണ്ടങ്കിൾ. നിങ്ങൾ ഇത് എവിടെയാ? ഞങ്ങള് ബുക്സ് മേടിക്കാൻ വേണ്ടി ടൗണിൽ വരെ വന്നതാ. അമ്മുനെ ഞാൻ കുറെ നേരം വിളിക്കുന്നു. അവളെന്താ ഫോൺ എടുക്കാത്തത്? ഫോൺ ഒന്ന് കൊടുക്ക അവൾക്ക്. അവളിവിടെ ഇല്ലങ്കിൾ.
പിന്നുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞതോ? അതെ, ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവളിപ്പൊ ടോയ്ലറ്റിലേക്ക് പോയിരിക്കുവാ. ഓ അത് ശരി. എന്തായാലും അമ്മ വരുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. ആ ശരി അങ്കിൾ. എടി അവിടെ എവിടെ? എനിക്കറിയില്ല, വാ നമുക്ക് പാർക്കിങ്ങിൽ ഒന്ന് നോക്കാം. എവിടെ പോയി കിടക്കുക? വെറുതെ ടെൻഷൻ അടുപ്പിക്കാനായിട്ട്. കാർ എവിടെ പോയി? അതേടി. ഇവിടെയും കാണുന്നില്ലല്ലോ. ഈശ്വര, ഇവിടുന്ന് എവിടെ പോയതായിരിക്കും? ഒന്നും വേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞത്. നിങ്ങൾ രണ്ടാളും കൂടെ അല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്? ഇനി ഇവള് ടോയ്ലറ്റിൽ എങ്ങാനും പോയതായിരിക്കോ? എന്നാ നമുക്ക് ടോയ്ലറ്റിൽ പോയി നോക്കാം. ആ വാ നോക്കാം. വാ. എവിടെയത്? അവിടെയാ ടോയ്ലറ്റ്. വേഗം വാ. ഇത് ലേഡീസിന്റെ ടോയ്ലറ്റാ. ഓ വലിയ കാര്യമായി പോയി. വാടി. ഇടി, ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും. അമ്മുവിൻ്റെ അകത്തോ? ഇങ്ങോട്ട് വിട്. അരമണിക്കൂർ കഴിഞ്ഞു. അവളെ ഇനി എവിടെ പോയി നോക്കാനാ? ലാലേട്ടൻ ഷോ തുടങ്ങി കാണും. ആദ്യം മുതലേ കണ്ടില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. എടീ, പോരാ കത്തുമ്പോഴേ അവളുടെ ഒരു... ആരോട് പോരാ? നിന്റെ ദേടി, അവള് വരുന്നുണ്ട്. ആ നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? ഓ എന്റെ അമ്മോ, അതൊക്കെ പറയാം. നീ എന്താ ഇങ്ങനെ അണയ്ക്കുന്നേ? ആകെ വീർത്തിട്ടുണ്ടല്ലോ. എടി, ഞാൻ ആ ടോയ്ലറ്റിൽ കുടുങ്ങിപ്പോയി. കുടുങ്ങിപ്പോയെന്നോ? അതേടി, ഡോർ എങ്ങനെയോ ലോക്കായി. ഞാൻ ആകെ പേടിച്ച് വരണ്ടു പോയി. ഫോണാണെങ്കിൽ ഹാങ്ങും. നിങ്ങളുടെ കോള് വരുന്നുണ്ട്, അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റണ്ടേ? ടിക്കറ്റ് കിട്ടിയോ? വാ വാ. അമ്മു, നീ ഏത് ടോയ്ലറ്റിലാ കയറിയത്? ജെന്റ്സില്ല? ഞാനാ ഒന്നും നോക്കിയില്ല. അവിടെ ആമ്പിള്ളേരുണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെ പടി. ഷോ തുടങ്ങാറായി കാണും. ആ അമ്മു, നിന്റെ ഡാഡി വിളിച്ചിരുന്നു. ആ, നിങ്ങൾ എന്താ പറഞ്ഞ? ബുക്സ് മേടിക്കാൻ ടൗണിലേക്ക് ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. ആ, ഞാൻ ഷോ കഴിഞ്ഞ് വിളിച്ചോളാം. വാ വാ, തുടങ്ങി. വാ വേഗം. കേറ്. നിർത്തറ, അങ്ങോട്ട് മാറ്റി നിർത്ത്. ഹെൽമെറ്റ് വിടാ. ഒന്ന് ഊതിക്കേ. ഒന്നൂടെ ഊതറ. സാറേ, മിഷ്യൻ കേടായാലെന്താ? ഞാൻ പിടിക്കില്ലേ? ഇവ സെലിബ്രേഷൻ വെള്ളം ചേർക്കാതെ 4 എണ്ണമെങ്കിലും അടിച്ചിട്ടുണ്ട്. താനാരാ, പോലീസ് ഡോഗോ? ഒരുമാതിരി ഡിപ്പാർട്ട്മെന്റിന്റെ അന്തസ് കളയരുത്, അല്ലെങ്കിൽ തന്നെ പോലീസിന് വിലയില്ലാത്ത കാലോ. സെലിബ്രേഷൻ അല്ല സാർ അടിച്ചേക്കുന്നേ, പന്തയം വെക്കുന്നോ? നിർത്തടാ, ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. സാറേ, ഇവനെ ആ കോളേജിലെ പെമ്പിള്ളേർ തല്ലിയത്. അല്ലാതെ പോലീസ്. ശ്വേതേ, ഇനിയിപ്പോ എന്താടി ചെയ്യാ? എന്തിനാ പേടിക്കുന്നേ? നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. വണ്ടിയിൽ എല്ലാ പേപ്പേഴ്സും ഉണ്ട്. നമ്മളാരും കള്ളരൊന്നും അല്ലല്ലോ, പിന്നെന്താ? എടി, പക്ഷേ വേഷത്തിന് എന്താ കുഴപ്പം? എന്താ അവര് ഊരിക്കോ? അതിന് വകുപ്പുണ്ടെങ്കിൽ അവര് ചെയ്യട്ടെ. ദേശംനെ ധൈര്യമായിട്ടിരുന്നോണം. നീ ഒരു അക്ഷരം മിണ്ടി പോവരുത്. അങ്ങനെ ഒരു ഉപകാരം മാത്രം ചെയ്തെന്നാ മതി. എടി, എന്നാലും എനിക്കൊരു ടെൻഷൻ. മിണ്ടാതിരുന്നോണം രണ്ടുപേരും. വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. ബാക്കി അന്നേരം അല്ലേ. ഞാൻ വണ്ടി എടുക്കാൻ പോവാ. എടി, എടി, ഇതേ അവര് കൈ കാണിക്കുന്നിടേ. സാറേ, എന്തൊരു വരവന്മാര് വന്നത്. ഇവന്മാര് 3 എണ്ണം കുടിച്ചിട്ടുണ്ട്, ഉറപ്പാ.
പൊക്കട്ടെ സാറേ. നോക്കട്ടെ. എല്ലാരും ഒന്ന് പുറത്തോട്ട് ഇറങ്ങിക്കേ. ഈശ്വര, സിഖുകാരോ? കുഴഞ്ഞല്ലോ കർത്താവേ. എനിക്കാണേ പഞ്ചാബി അറിയില്ല. ആയിക്കോട്ടെ. കള്ളു കുടിച്ചോന്നിപ്പോ എങ്ങനെയാ ഹിന്ദി ചോദിക്കുന്നത്? ഊതിക്ക് സാറേ, ഞാൻ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു തരാം സാറേ. ഊത് കരോ. ഊതാൻ. ആ ക്യാ ബോൾത്തി തൂ? സുൻ സുന ആദിക്ക് ഗണ്ടാല. മര്യാദക്ക് 3 പേര് ഊത്. ഡ്രൈവ് ചെയ്ത ആൾ ഊതിയാ പോരെ? ക്യാ കുച്ച് നഹി സാബ്. കുച്ച് നഹിയ. ഹിന്ദി പറയുമ്പോൾ വെറുതെ കോൺസെൻട്രേഷൻ കളയരുത്. ആ ഊത്. സാറേ, ഇത് മാജിക് മൊമെന്റ്സാ. പഞ്ചാബികൾ സാറിന് ഇതാ അടിക്കാറ്. മാറി നിൽക്കണോ, അല്ലെങ്കിൽ എനിക്കൊരു വോയിസും ഇല്ല. എവിടെ പോയിട്ട് വരുന്നു? മുസാഫിർ ഹം ദീവാനെ ഡർ ഗയാ ദിൽ ഭി. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം നോ പ്രോബ്ലം. ബുക്കും പേപ്പറും ഒക്കെ ഉണ്ടല്ലോ അല്ലേ? സബ് അഫ്സാന ബദാന കിസ് ലിയേ ഹർ ലോഗ് തേരാ മേരാ. അതങ്ങ് പറഞ്ഞാൽ മതി, പറഞ്ഞാൽ മതി. പ്രശ്നം തീർന്നു. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. ജാവോ ജാവോ ജാവോ. ആ ശുക്രിയ സർ. ശുക്രിയ ശുക്രിയ. സാറിന് ഹിന്ദിയൊക്കെ എങ്ങനെ മനസ്സിലായി? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. എന്തായാലും തൽക്കാലം രക്ഷപ്പെട്ടു. ഇനി അവന്മാര് തിരികെ വരാതിരുന്നാ മതിയായിരുന്നു. ഉള്ള ഹിന്ദിയുടെ സ്റ്റോക്കും തീർന്നു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം മര്യാദയ്ക്ക് ഹിന്ദി ക്ലാസ്സിന് പോയാൽ മതിയായിരുന്നു. എന്താ സാറേ? ഏയ് കുച്ചിനഹി കുച്ചിനഹി. तुम्हारा नाम क्या है? मेरा नाम युवराज सिंह. तुम्हारा नाम क्या है? मेरा नाम मनमोहन सिंह. ऐसे ഒരു ഹിന്ദി. ചിരിച്ചോ ചിരിച്ചോ. അയാൾക്ക് ഹിന്ദി അറിയാത്ത നമ്മുടെ ഭാഗ്യം. അല്ലെങ്കിൽ കാണായിരുന്നു കളി. അത് ശരിയാണല്ലോ. ആദ്യമായിട്ടാ ഇവള് കാര്യമുള്ളൊരു കാര്യം പറയുന്നത്. പിന്നെ എടി ഷംനെ, നിനക്ക് ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടോടി? പൊടിയോ? തലപ്പാവ് വെച്ചതോടെ അവളുടെ തലച്ചോറങ്ങ് വളർന്നു. എന്തായാലും നീ അത് മാറ്റണ്ട കേട്ടോ. എടി എടി എടി, ദേ, ദേ. വണ്ടി നിർത്ത. എടി ആക്സിഡന്റ് ആണോടി? പക്ഷെ അടുത്ത് ബൈക്കൊന്നും കാണുന്നില്ലല്ലോ. എന്നാ പിന്നെ ആരെങ്കിലും കൊന്നിട്ട് ബോഡി ഇവിടെ ഉപേക്ഷിച്ചതാവും. ഇറങ്ങണോ? വേണ്ടടി. എന്തിനു വെറുതെ ഓരോ പ്രോബ്ലംസ് എടുത്ത് തലയിൽ വെക്കുന്ന? എടി, ആരായാലും എന്നാലും ഒരു മനുഷ്യനല്ലേ. അയാൾക്ക് ചിലപ്പോ ജീവനുണ്ടെങ്കിലോ. നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ? ശരി. അയ്യോ എടി, ഇത് ഡോക്ടറല്ലേ? ഇയാളെന്താ ഇവിടെ ഈ കണ്ടീഷനില്? കയ്യിലിരിപ്പ് അതാണല്ലോ. ആരെങ്കിലും തട്ടിയതാവും. നമ്മളെ ഉപദ്രവിക്കാൻ വന്നവനല്ലേ. അവസാനം എന്തായി? വാ, നമുക്ക് പോവാം. വാ ഇങ്ങോട്ട്. വാ ശ്വേത, വാടേ. ഒന്ന് കാറ് കയറ്. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഇവിടുന്ന് പോണം. വാ. അമ്മോ, ദേ, അയാൾക്ക് ജീവനുണ്ട്. വേണ്ട, വരാനാ പറഞ്ഞത്. വാ. എടി, അയാള് മരിച്ചിട്ടില്ല. അയാൾ മരിക്കോ ജീവിക്കോ ചെയ്തോട്ടെ, നമ്മുടെ വിഷയമല്ല അതൊന്നും. നീ കാർ എടുക്ക. ഷംനെ കേറാനാ പറഞ്ഞത്. നിങ്ങളൊന്നും വരുന്നില്ലേ?
നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാടി. ഒന്നുമില്ലെങ്കിൽ ഞാൻ കുറച്ചു നാൾ മനസ്സിൽ കൊണ്ട് നടന്ന ആളല്ലേ. ഈ വേഷത്തിലോ? നീ എന്ത് മണ്ടത്തരായി പറയുന്നേ? എടി, മരിക്കാൻ കിടക്കുന്ന ഒരാളെ വഴിയിൽ ഉപേക്ഷിച്ചു പോയാൽ അല്ലാഹു നമ്മളോട് പൊറുക്കുവോ? എന്തുമാത്രം അയാൾ നിന്നെ ദ്രോഹിച്ചതാ? എടി, അതിനുള്ള ശിക്ഷ അല്ലാഹു അയാൾക്ക് കൊടുത്തു കഴിഞ്ഞു. നമ്മൾ ഇനി അയാളെ ശിക്ഷിക്കരുത്, രക്ഷിക്കണം. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അവിടെ പോലീസ് വരും, കേസെടുക്കും. അവരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ എന്ത് മറുപടി പറയും? എടി, നമുക്ക് സത്യം പറയാടി, ഒരു കുഴപ്പവും വരില്ല. എടി, പോരാ തന്നെ അയാൾ മരിച്ചിട്ടൊന്നും ഇല്ലല്ലോ. നിങ്ങൾ പിടിക്ക്. ഡോക്ടർ, ഡോക്ടർ, എന്താടി? എന്തു പറ്റി? അയ്യോടി, എന്താ അമ്മോ? എന്താടി? എന്തു പറ്റി? കാര്യം പറ. എടി, ഡോക്ടർ മരിച്ചോടി. എന്ത് ചെയ്യും നീ? അയ്യോ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡെഡ് ബോഡി മോർച്ചറിയിൽ വെക്കാം. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങാം. അമ്മോ, ഇനിയിപ്പൊ കരഞ്ഞിട്ട് എന്താ? വേണ്ട 100 പ്രാവശ്യം പറഞ്ഞതല്ലേ, രണ്ടുപേരും കേട്ടില്ലല്ലോ. ഇനി കൊലക്കേസ് പ്രതിയായി ജയിലിൽ കിടക്കാം. അയാളെ രക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടല്ലേടി കാറി കെട്ടിയത്? എന്നിട്ട് രക്ഷപ്പെട്ടോ? പോവിടുന്ന്. ഇനി രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കുക. എടി, നമുക്ക് പോലീസിനെ വിളിച്ചുള്ള സത്യം അങ്ങ് പറഞ്ഞാലോ? നമ്മൾ പറയുന്നതല്ല അതുപോലെ വിശ്വസിക്കാനിരിക്കല്ലേ പോലീസ്? നമ്മളിപ്പോ പ്രതികളടി. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ പറയ്? ഡെഡ് ബോഡി നമുക്ക് ഉപേക്ഷിക്കാം. ശ്ശോ, എവിടെ ഉപേക്ഷിക്കാം? ആരും കാണാത്ത ഏതെങ്കിലും ഒരിടത്ത്. നീ വണ്ടി ഒന്ന് വിട്ടേ. വിട്. അമ്മോ, വീട് പെട്ടെന്ന്. എടി, വണ്ടി എടുക്കണേ. എടി, ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കിയടേ. ഡോക്ടറെ, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ദേ, ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ദേ, അവിടെ നിർത്ത്. ചാടുന്നേ വാ. ഇതെന്താ തുറക്കാൻ പറ്റത്തെ? എങ്ങോട്ടാ ഇവിടുന്ന്? പെട്ടെന്ന് വാ. ഇറങ്ങ. വേഗം വാ. എനിക്ക് പേടിയാവും. അയ്യോ, എന്റെ മൊബൈലും കാണുന്നില്ല. ശ്ശോ, എവിടെ കൊണ്ടു കളഞ്ഞു? വശം പിടിച്ചത് എവിടെ പോയി കിടക്കാണോ? ഇവിടെ ഒന്നും കാണുന്നില്ല. എവിടെയില്ല. ഇങ്ങോട്ട് വാ വേഗം. നീ വാ. എനിക്കാണൊന്നും നേരില്ല. പെട്ടെന്ന് വേഷമൊക്കെ മാറ്റ്. അത് ഞാൻ മറന്നു. ഇനി ഇതിവിടെ സൂക്ഷിക്കുന്ന അപകടമാ. പിന്നെ എന്ത് ചെയ്യും? കത്തിച്ചു കളയണം ഇപ്പൊ തന്നെ. ഈ രാത്രിയിലോ? നാളെ ആരെങ്കിലും കണ്ട പിന്നത്തെ കാര്യം പറയണോ? ഇപ്പൊ കത്തിച്ച അപകടമാ. അയൽപ്പക്കത്തൊക്കെ ആളുകളുള്ളതാ. രാത്രിയിൽ തീ കണ്ട് ആരെങ്കിലും ഓടി വന്നാ എന്ത് ചെയ്യും? ചോദിച്ചാൽ എന്ത് പറയും? അത് ശരിയാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നാളെ രാവിലെ
വേസ്റ്റ് കത്തിക്കുമ്പോ ആരും കാണാതെ ഞാൻ അതിനകത്തിട്ടോളാം. ഷംനെ, എടി എന്താടി എന്താടി എന്താ നിനക്ക് പറ്റിയത്? എനിക്ക് വല്ലാതെ പനിക്കുന്നുണ്ടടി. അയ്യോ ഈശ്വര, ചുട്ടുപൊള്ളുന്ന പനി. ശരിയാ, നീ അപ്പുറത്ത് പോയി കിടക്ക്. വാ. വീണല്ലേ? പേടിക്കണ്ട, ഞങ്ങളുണ്ട് കൂടെ. ആ ഡോക്ടറെ ആരായിരിക്കും അമ്മു കൊന്നത്? എന്തിനായിരിക്കും അത് ചെയ്തത്? നമുക്ക് എങ്ങനെ അറിയാൻ ഷംനെ? അയാളെ രക്ഷിക്കാൻ നമ്മൾ ശ്രമിച്ചതല്ലേ, പക്ഷെ കഴിഞ്ഞില്ലല്ലോ. നീ ഇപ്പൊ അതൊന്നും ഓർക്കണ്ട. ആ ബെഡിലെ കണ്ണടച്ച് കിടന്നോ. കരയില്ലേ ഷംനെ? എന്റെ അടുത്തുനിന്ന് നിങ്ങൾ മാറില്ലേടി. എന്നെ തനിച്ചേക്കെങ്ങും പോവല്ലേ. എനിക്കാകെ പേടി തോന്നാടി. എന്നാലും ആരായിരിക്കും അടി അയാളെ കൊന്നത്? ആരായാലും എന്താ, ഒരു ശല്യം ഒഴിഞ്ഞെന്ന് കരുതിയാ മതി. അങ്ങനെ അങ്ങ് ഒഴിഞ്ഞൊന്ന് വ്യാമോഹിക്കണ്ട. സുജിത് ഡോക്ടർ മരിച്ചത് നമ്മുടെ കാറിൽ വെച്ച. ആരെങ്കിലും അറിഞ്ഞ അതോടെ തീർന്നു നമ്മുടെ കാര്യം. മരിച്ചാലും അയാളെ കൊണ്ടുള്ള ശല്യം അവസാനിക്കില്ലെന്നർത്ഥം.